എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മഹേഷ് ആകെ പിടിവിട്ട് നിൽക്കുവാണ്. താൻ മനസ്സിലാഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത് എന്ന് മഹേഷിന് മനസ്സിലാകുമ്പം ടെൻഷൻ കാരണം മഹേഷ് ഫോൺ വിളിക്കുന്നത് ഒരു സൈക്കാട്രിസ്റ്റിനെയാണ്. എന്നിട്ട് പറയും, സാറേ ഞാനിങ്ങനെ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ CEO മഹേഷാണ്. എനിക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയൊക്കെ ഞാൻ പോലും അറിയാതെ ചെയ്തു പോവാണ്. എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട്. ഇതിന് മനഃശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം രാത്രിയിൽ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അന്നേരം അദ്ദേഹം പറയും, ഇതിനിപ്പം നിലവിൽ മനഃശാസ്ത്രപരമായിട്ട് യാതൊരു മരുന്നുമില്ല. താനൊരു കാര്യം ചെയ്യേ, വളരെ കൂളായിട്ട് കിടന്നൊന്ന് ഉറങ്ങുക എന്ന് പറയും. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, ഇല്ല സാറേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് വേണം, ഇത് ചികിത്സിച്ചാൽ ഇപ്പം തന്നെ ഭേദമാകില്ലേ, ഞാനൊരു സൈക്കോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് മഹേഷ് പറയുന്നത്. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, മഹേഷ് ഇത്തിരി സമാധാനത്തോടെ ഇരിക്കുമോ, പേടിക്കണ്ട, താനിപ്പം ഒന്ന് കൂളായിട്ട് കിടന്ന് ഉറങ്ങുക, എന്നിട്ട് നാളെ ഹോസ്പിറ്റലിലേക്ക് വാ, നമുക്ക് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം, അന്നേരം പരിഹാരം ഉണ്ടാകുമെന്ന് പറയും. അന്നേരം മഹേഷ് ചോദിക്കുന്നുണ്ട്, നാളെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ എല്ലാവരും അറിയില്ലേ സാർ, എനിക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറയും, അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം, എങ്കിലൊരു കാര്യം ചെയ്യുക, താൻ വീട്ടിലോട്ട് പോകാം, നമുക്ക് വീട്ടിൽ വെച്ച് കാണാം എന്ന് പറയും. എന്നിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഇപ്പം താൻ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കിയിട്ട് കുറച്ച് നേരം കിടന്ന് കൂളായിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുവാണ്. അന്നേരവും മഹേഷിന് ടെൻഷൻ മാറിയിട്ടില്ല. മഹേഷ് ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അത് കഴിഞ്ഞ് കട്ടിലേക്ക് കയറി കുഞ്ഞു പിള്ളേരൊക്കെ കിടക്കുന്ന പോലെ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ടും മനസ്സിലെ ആ വിഷമവും സങ്കടവും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആരോടും തുറന്നു പറയാൻ പറ്റാതെ വരുമ്പോൾ ഒരു വിമ്മിഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് വേദനിച്ച് ഒരു തലേണയൊക്കെ എടുത്ത് അതിലിങ്ങനെ മുറുക്കി പിടിച്ചിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടാണ് മഹേഷ് കിടക്കുന്നത്. മഹേഷിന് ചിപ്പിമോൾ നഷ്ടപ്പെടും എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് ഏത് രീതിയിലാണ് പുറത്തേക്ക് കാണിക്കേണ്ടത്, എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് എന്നൊന്നും മഹേഷിന് മനസ്സിലാവുന്നുമില്ല. ഏതായാലും മഹേഷിന് ഇന്നത്തെ പ്രകടനം രാമന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അവൻ എന്താ ഈ കാണിക്കുന്നത്, ഈ വീട്ടിലെ ചിലവെല്ലാം ചെയ്യുന്നത് അവനാണ്, അവൻ വലിയൊരു സ്ത്രീയോയാണ്, അതുകൊണ്ട് അവനോട് ആരും ഒന്നും ചോദിക്കാൻ മേലെന്നാണോ, ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് വിരുന്നിന് വിളിച്ചിട്ട് അവർ വീട്ടിൽ പോയി കാണിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ രാമൻ ചോദിക്കുക. അന്നേരം ഇത് സ്വപ്നവല്ലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം സ്വപ്നവല്ലി വന്നിട്ട് പറയും, നിർത്ത്, ഇനി അവനെ വിചാരണ ചെയ്യണ്ട, അവന് 1008 ജോലികളുണ്ട്, അതിനിടയ്ക്കാണ് അവന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നേ. അന്നേരം അറിയാതെ പിടിവിട്ട് അവനൊന്ന് ദേഷ്യപ്പെട്ടു പോയി, ഇതൊന്നും ആരും ചെയ്യാത്തതാണോ, അതുകൊണ്ട് അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട എന്ന് പറയും. അന്നേരം രാമൻ പറയുന്നുണ്ട്, എല്ലാത്തിനും സൈഡ് പിടിച്ചു കൊടുത്തോ, ഇന്ന് ചെയ്ത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേക്കും അങ്ങോട്ട് ഇഷിതയും വരുവേ. അന്നേരം ഇഷിത പറയുന്നുണ്ട്, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന്. അന്നേരം പറ മോളെ, എന്താണെങ്കിലും ഞാൻ കേൾക്കാമെന്ന് രാമൻ പറയുന്നു. അന്നേരം പറയുന്നുണ്ട്, ചിപ്പിമോൾ ഇത്രയും നേരം വളരെ പേടിയിലായിരുന്നു, അവളുടെ മനസ്സിൽ നിന്ന് ആ പേടി അങ്ങ് മാറുന്നില്ല, മഹേഷിൻ്റെ മുഖം മനസ്സിലേക്ക് വരുമ്പം അവൾക്ക് പേടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവളുടെ സ്വന്തം ഡാഡിയെ പേടിച്ചല്ല വളരേണ്ടത്, കുഞ്ഞിലെ ഉണ്ടാകുന്ന ഇതുപോലുള്ള പേടികൾ അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് സ്വപ്നവല്ലിക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ സ്വപ്നവല്ലി വന്നിട്ട് ചോദിക്കും, അതിനിപ്പോൾ എന്ത് ചെയ്യണം, ഇത് നോട്ടീസ് അടിച്ച് എല്ലായിടത്തും അറിയിക്കണോ, ഇനിയിപ്പോൾ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും അത് കൊണ്ടു കൊടുക്കണം, അതാണ് നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഇഷിത പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ഒരിക്കലും മഹേഷിനോട് വിരോധമില്ല, വിരോധം ഉള്ളതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. മഹേഷ് ഈ രീതിയിൽ പെരുമാറിയത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ഒരു ദിവസം ഇതേ രീതിയിൽ ചിപ്പിമോളോട് പെരുമാറി. ബിപിൻ ദാസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയിട്ട് വന്ന അന്ന് രാത്രി, അന്നും മോൾ ഒരുപാട് ഭയന്ന് പോയിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്ന് പറയും. അന്നേരം മഞ്ജിമയും സ്വപ്നവല്ലിയും എല്ലാം കൂടെ ഇഷിതനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും കേട്ടോ. അപ്പം ഇഷിത പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ ഇനി പറയുന്നില്ല എന്ന് പറയും. അന്നേരം അങ്ങനെയാണോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ് സ്വപ്നവല്ലിക്ക് കാര്യങ്ങൾ അറിയുകയും ചെയ്യണം, എന്നാൽ ഇഷിത പറയുന്നൊന്നും അംഗീകരിച്ച് കൊടുക്കത്തുമില്ല. അന്നേരം ഇഷിത പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാനാണ്, പിന്നീട് എന്നോട് ചോദിക്കരുത് എന്തുകൊണ്ട് നീ ഇത് ഞങ്ങളെ അറിയിച്ചില്ല എന്ന് എന്നോട് ചോദിക്കരുത്, അതിന് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് ഇഷിത പറയുമ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, അവൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം കിടന്ന് അവന് വിഷമിപ്പിക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല, നീ ചോദിച്ചില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു, മഹേഷിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു, പക്ഷേ എന്നോട് ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത് എന്ന് പറയും. രാമൻ പറയും, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം സ്വപ്നവല്ലി തന്നെ അവനോട് സംസാരിക്കുക, സ്വന്തം അമ്മയോടാകുമ്പോൾ അവൻ മനസ്സ് തുറന്ന് എല്ലാം പറയുമെന്ന് പറയും. അന്നേരവും മഹേഷിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു ഇത് വരുന്നേക്കും സ്വപ്നവല്ലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം ഇനിയിപ്പോൾ ഈ പ്രശ്നം ഇവിടെ അങ്ങ് തീരട്ടെ, ഇനി കൂടുതലൊന്നും ഇതിനകത്ത് ആരും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. അന്നേരം രാമൻ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഏതായാലും ഇനി ഈ കാര്യം നമുക്ക് നാളെ രാവിലെ ചർച്ച ചെയ്യാം, പോയി കിടന്ന് ഉറങ്ങും മഞ്ജിമ എന്ന് പറയും. മഞ്ജിമ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇഷിതയും പോകാൻ തുടങ്ങും കേട്ടോ ചിപ്പിയുടെ റൂമിലേക്ക്. അന്നേരം സ്വപ്നവല്ലി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ട് പോവാന്ന്.
അന്നേരം ചിപ്പിക്ക് കൂട്ട് കിടക്കാമെന്ന് പറയുമ്പോൾ ചിപ്പിയുടെ കൂടെ ഞാൻ കിടന്നോളാം, നീ മഹേഷിൻ്റെ റൂമിലേക്ക് ചെല്ല്, മഹേഷിനെ നീ വെറുത്ത് തുടങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ ഇഷിത റൂമിലേക്ക് പോവാണ്. അന്നേരം സ്വപ്നവല്ലി രാമനോട് പറയുക, എൻ്റെ മകന് ഈ അവസ്ഥ ഉണ്ടായത് ഇവൾ വന്നതിന് ശേഷമാണ്, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചിട്ട് തുള്ളിച്ചാടി സ്വപ്നവല്ലി അങ്ങ് പോകും. ഈ സമയം മഹേഷ് ഉറങ്ങാനും പറ്റുന്നില്ല, ആരോടും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റുന്നില്ല. ഇതെല്ലാം ഓർത്ത് കണ്ണ് നിറച്ച് കരഞ്ഞ് ഇങ്ങനെ കിടക്കും കേട്ടോ. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഇഷിത വരുന്നത്. പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് കൂളായിട്ടിരിക്കുന്ന പോലെ കാണിക്കും. അന്നേരം ഉറങ്ങുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല, കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വരില്ല എന്ന് പറയും. എന്നിട്ട് ഇഷിതയോട് പറയും, ഏതായാലും താൻ വന്നിരിക്കുക, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാനുള്ള വിഷയമൊക്കെ ഞാൻ തന്നെ ഫ്രീ ആയിട്ട് ഇട്ട് തരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അന്നേരം ഇഷിത ചോദിക്കും, മഹേഷിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പലവട്ടം ചോദിച്ചു, ഒന്നും എന്നോട് പറഞ്ഞില്ല, എന്താ കാര്യമെന്ന് ചോദിക്കും കേട്ടോ. അന്നേരം മഹേഷ് പറയാണ്, ശരിക്കും തന്നെ ഒരു മദർ തെരേസയാക്കണം. ഞാൻ ചിന്തിക്കുമായിരുന്നു, മദർ തെരേസയും ഹിറ്റ്ലറൂടെ വിവാഹം കഴിച്ചാലുള്ള അവസ്ഥ എപ്പോഴും വഴക്കായിരിക്കുകയല്ലേ, അത് തന്നെയാണ് നമ്മളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, മഹേഷ് എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം, കാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഒന്ന് വിഷയം മാറ്റണം, അതിനു വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊന്ന് കരയണമെന്നുണ്ട്, പക്ഷേ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ മഹേഷ് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പം എനിക്ക് മനസ്സിലായി പറയാൻ തുടങ്ങുന്നത് എന്താണ് എന്ന്. ഞാൻ എന്തിനാണ് ചിപ്പിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നല്ലേ ചോദിക്കാൻ വരുന്നത്, അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, എനിക്കറിയാം മഹേഷിൻ്റെ ഉയരാണ് ചിപ്പിമോൾ എന്നറിയാം, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം മഹേഷ് ഇങ്ങനെ ചോദിക്കുവാണ്, ആ ഉയരിനെ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമെന്ന്. അന്നേരം ഇഷിത ചോദിക്കും, അങ്ങനെ ആര് തട്ടിക്കൊണ്ട് പോകാനാ, ഞാൻ ഇനി മോളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതാണോ മഹേഷിന് പ്രശ്നമായിട്ട് തോന്നുന്നത്, ഞാൻ മോളോടുള്ള സ്നേഹം കുറയ്ക്കണോ എന്ന് ചോദിക്കും. അന്നേരം മഹേഷ് പറയും, അങ്ങനെയൊന്നുമില്ല, ഏതായാലും എൻ്റെ മോളുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൻ്റെ സ്നേഹമാണ് എന്ന് എനിക്കറിയാം, ഒരിക്കലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല എന്ന് പറയും. എന്നിട്ട് അവരവിടെ പോയി ഇരിക്കും. എന്നിട്ട് മഹേഷ് പറയും, ഈ വിഷയം എനിക്ക് ബോറടിച്ചു തുടങ്ങി, നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുവാണ്, ഈ ലെഡ് പോയിസൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അന്തെങ്കിലും പെട്ടെന്ന് ഇഷിതയുടെ ചിന്തകൾ ആ ഡോക്ടർ പറഞ്ഞതിലേക്കാട്ടോ പോണേ. ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ, ഇൻഫർമേഷൻ തന്ന ആൾ പറഞ്ഞപ്പം ഞാൻ വിശ്വസിച്ചില്ല, പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം കറക്റ്റ് ലെഡ് പോയിസൺ ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അതിലേക്കാട്ടോ ഇഷിതയുടെ ചിന്ത പോണേ. എന്നിട്ട് അത് പുറത്ത് കാണിക്കാതെ ഇഷിത ചോദിക്കും, ഇപ്പം എന്താ ഇങ്ങനെ ഒരു സംശയം തോന്നാനാ, ഇതിനെപ്പറ്റി എന്താണ് ചോദിച്ചതെന്ന് ചോദിക്കും. അന്നേരം ഇല്ല, എനിക്ക് ആ ലെഡ് പോയിസനെ കുറിച്ച് അറിയാനൊരാഗ്രഹം, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ലെഡ് പോയിസൺ എന്ന് പറഞ്ഞത് ഒരു സ്ലോ പോയിസൺ ആണ്, അത് ബ്ലഡിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പയ്യെ മരണം നടക്കും, അത് ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്താലേ റിക്കവർ ആവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇഷിത ചോദിക്കും, ഇപ്പോഴാണ് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അറിയണം എന്ന് തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പം മഹേഷ് പറയുവാണ്, വേറെ ഒന്നും കൊണ്ടല്ല, ഒരു മനഃശാസ്ത്രവും പഠിക്കാതെ തന്നെ എനിക്കറിയാം താൻ പ്രസവിക്കാതെ എൻ്റെ മകളുടെ അമ്മയായതാണ് എന്ന്, അതുകൊണ്ട് തന്നെ ആ അമ്മയെ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് കട്ടിലേക്ക് കയറി ഇങ്ങനെ ചാരി കിടക്കും കേട്ടോ. അന്നേരം അപ്പടി ആകെ സങ്കടമൊക്കെയാണ് മുഖത്ത്. അന്നേരം ഇഷിതയ്ക്ക് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വരുവാണ്, ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഇഷിതയെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്, എല്ലാവരും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്, മഞ്ജിമയും സ്വപ്നവല്ലിയും രാമനോടെ. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, മഹേഷ് എഴുന്നേറ്റ് കഴിയുമ്പം നീ സംസാരിക്കണം കേട്ടോ ചിപ്പിമോളുടെ കാര്യമെന്ന്. അന്നേരം സ്വപ്നവല്ലിക്ക് അത് ഇഷ്ടമല്ല. സ്വപ്നവല്ലി പറയുന്നത്, എന്തിനാ അവൻ ഇനിയും അതിൻ്റെ കാര്യത്തിൽ വെറുതെ ടെൻഷൻ അടുപ്പിക്കുന്നത്, അവൻ എഴുന്നേറ്റ് പോലും കാണില്ല, നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പിന്നെ അവൻ ഓർമ്മിപ്പിക്കുന്നത് എന്നൊക്കെയാണ് സ്വപ്നവല്ലി ചോദിക്കുന്നത്. അന്നേരം രാമൻ പറയുന്നുണ്ട്, ഇന്നലെ ഇഷിതമോള് പറഞ്ഞതെല്ലാം നീ മറന്നുപോയോ, അതെന്താ പെട്ടെന്ന് മറവി വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അതങ്ങ് ഇഷ്ടപ്പെടാതെ സ്വപ്നവല്ലി പറയുവാണ്, പിന്നെ അവൾ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതങ്ങ് കേൾക്കുമല്ലേ, അവൾ പറയുന്നതനുസരിച്ചല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നേരാവണ്ണം പ്രസവിക്കാനുള്ള ഗതി ഉണ്ടായിട്ടില്ല, പിന്നെയല്ലേ പ്രസംഗിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതങ്ങ് തീരെ ഇഷ്ടപ്പെടാതെ രാമ ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് പോകും. അന്നേരം മഞ്ജിമ പറയുന്നുണ്ട്, അമ്മ അത്രയും പറയണ്ടായിരുന്നു എന്ന് പറയുമ്പം അറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണ് പോയതാണ് എന്ന് സ്വപ്നവല്ലിയും പറയുന്നുണ്ട്. അന്തേക്കും ചിപ്പിമോളെ റെഡിയാക്കി അങ്ങോട്ട് ഇഷിതയും വരും. അന്നേരം ചിപ്പിമോളുടെ മുഖത്ത് ഒരു സന്തോഷമൊന്നുമില്ല കേട്ടോ. നേരം രണ്ടുപേരും മാറി ചോദിക്കും, അപ്പച്ചി ഭക്ഷണം തരട്ടെ എന്നും അതുപോലെ അച്ഛമ്മ ഭക്ഷണം തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളൊന്നും മിണ്ടില്ല. അന്നേരം ഇഷിത ചോദിക്കും, ഞാൻ ഭക്ഷണം തരട്ടെ മോൾക്കെന്ന്. അന്നേരം എന്ന് പറഞ്ഞാൽ ഒരു മൂളയിലൊക്കെ മൂളിയിട്ട് മോൾ അവിടെ കയറിയിരിക്കും. എന്നിട്ട് രാവിലെ ഇടിയപ്പമായിരുന്നു, അത് കൊടുക്കുക. അന്നേരം ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സ്വപ്നവല്ലിക്കും മഞ്ജിമയ്ക്കും, കാരണം അവർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം മോളൊന്നും മിണ്ടിയില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമം.
അപ്പോഴത്തേക്കും റെഡിയായി മഹേഷ് ഇറങ്ങി വരും. മഹേഷ് അന്നേരം ചിപ്പിമോളുടെ അടുത്ത് വന്ന് നിൽക്കും, അല്ലാതെ മോളോട് മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അന്നേരം ഇഷിത മനസ്സിലോർക്കുന്നുണ്ട്, ഈ മനുഷ്യൻ എന്താ ഇഞ്ചി കടിച്ച് കുരങ്ങിനെ പോലെ നിൽക്കുന്നത്, എന്താ മോളെ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ മേലെ എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും മിണ്ടാതെ മഹേഷ് അങ്ങ് പോകുമ്പം ചിപ്പിമോൾ ഇങ്ങനെ മഹേഷിനെ വിഷമത്തോടെ നോക്കുമ്പോഴാണ് കാണുന്നത് പാൻറ്റയിൽ ഒരു ബ്ലൗസ് ഇങ്ങനെ കുടുങ്ങി കിടക്കുവാണ് ഇഷിതയുടെ. അന്നേരം ദേ ഡാഡിക്ക് വാല് വന്നു എന്ന് പറഞ്ഞ് മോള് ഭയങ്കര ചിരി. അന്നേരം എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് കാണുമല്ലോ, എല്ലാവർക്കും ചിരി വരും. അന്നേരം മഹേഷ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ ബ്ലൗസ് കാണുന്നത്. അന്നേരം മഹേഷ് അത് അവിടുന്ന് വലിച്ചു പറിച്ചെടുത്തിട്ട് ഇഷിതയുടെ നേരെ തന്നെ അങ്ങ് എറിഞ്ഞു കൊടുക്കും. അന്നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന മഞ്ജിമ, ആഹാ ഇന്നലെ പരിഭവം മാറ്റാൻ വേണ്ടി റൂമിലേക്ക് പോയിട്ട് ശരിക്കും പരിഭവം മാറ്റിയില്ലേ, മിടിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുക. അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടാതെ മഹേഷ് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നീ ഇങ്ങനെയൊക്കെ കാണിച്ച പിന്നെ ഞങ്ങൾ പറയാതിരിക്കുമോ എന്ന് മഞ്ജിമ ചോദിക്കും. അന്നേരം മഹേഷ് പറയുവാണ്, അതെ ഇതൊക്കെ കെട്ടിച്ചു വിട്ടതല്ലേ, ആ വീട്ടിൽ പോയി കെട്ടിയവൻ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയതല്ലേ അച്ഛ വീട്ടിലേക്ക്, എന്നിട്ടും ഇവിടുന്ന് പോകാറായിട്ടില്ലല്ലോ, ഈ ചിരിയും കളിയൊക്കെ അവൻ്റെ അടുത്ത് പോയി കാണിച്ചാൽ മതി എന്ന് പറയും. അതൊക്കെ ആകെ വിഷമാവും മഞ്ജിമയ്ക്ക്. ഇഷിത അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മഹേഷ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്നെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്, എന്നെ ആരും കളിയാക്കാൻ വരണ്ട എന്ന് പറയും. അന്നേരം സ്വപ്നവല്ലി എന്നിട്ട് എന്താ മോനെ ഇങ്ങനെയൊക്കെ നീ സംസാരിക്കുന്നത്, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഓഫീസിൽ പോകാറായി, ഞാൻ പോകുവാണ് എന്ന് പറയുമ്പം, മോൻ്റെ ദേഷ്യമൊക്കെ മോൻ ഞങ്ങളോട് കാണിച്ചോ, ചിപ്പി മോളോട് കാണിക്കരുത്, അത് മോൾക്ക് സഹിക്കാൻ പറ്റിയല്ല എന്ന് പറയും. അന്നേരം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം, എങ്കിൽ ചിപ്പിമോളെ സ്കൂളിലാക്കിയിട്ട് പോകാവോ, ഇന്ന് സ്കൂൾ ബസ് ഇല്ല എന്ന് പറയും. അന്നേരം അത് മൈൻഡ് ചെയ്യാതെ മഹേഷ് പറയുവാണ്, എനിക്ക് സമയമായി, ഞാൻ പോവുകയാണ്, ഒരു ഓട്ടോ വിളിച്ച് വിട്ടാൽ മതിയെന്ന്. അന്നേരം എന്നിട്ട് അങ്ങ് ഇറങ്ങി പോകട്ടോ. നേരെ സ്വപ്നവല്ലിക്ക് അറിയാം മഹേഷ് കാണിക്കുന്നത് ശരിയല്ല എന്ന്. എന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടി ഇഷിത പറയുക, അവന് തിരക്കായതുകൊണ്ടായിരിക്കും കേട്ടോ എന്ന്. അന്നേരം ഇഷിത പറയും, കുഴപ്പമില്ല ഞാൻ കൊണ്ടുവിട്ടോളാം മോളെ എന്ന് പറയുന്നു. അന്നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിപ്പിമോൾക്ക് ഭയങ്കര സങ്കടം വന്നുകൊണ്ട് ഇഷിത അടുത്തോട്ട് വന്നിട്ട്, ഭക്ഷണം ഇനി വേണം മോളെ എന്ന് ചോദിക്കും. വേണ്ടാന്ന് പറയും. മോളെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ആകെ സങ്കടത്തിലാണ് സ്വപ്നവല്ലിയും ഈ സമയം. പിന്നെ കാണിക്കുന്നത് മഹേഷിൻ്റെ ഓഫീസിലേക്ക് മഹേഷ് വരുന്ന പ്രതീക്ഷിച്ചിരിക്കും കേട്ടോ സ്റ്റാഫൊക്കെ. മഹേഷിനെ കടുവ എന്നാണ് അവരൊക്കെ വിശേഷിപ്പിക്കുന്നത്. അന്നേരം അവർ പറയുന്നുണ്ട്, ഈ ഇടയായിട്ട് കടുവയ്ക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ കൂടെയുള്ള ഒരാൾ പറയും, ഇത് കണ്ടോ ആ ആകാശ് സാറ് പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണ്, അതിന് പേരിട്ടേക്കുന്നത് ചിപ്പി ഹെൽത്ത് സെൻറ്റർ എന്നാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഇത് കേട്ടുകൊണ്ട് കയറി വരുവാണ് മഹേഷ്. അന്നേരം ഈ ചിപ്പി ആരാന്ന് കൂടെയുള്ള ആൾ ചോദിക്കും. അന്നേരം അയാൾ പറയുവാണ്, അത് ആകാശ് സാറിൻ്റെ മകളായിരിക്കുമെന്ന്. ഇത് കേൾക്കുന്ന മഹേഷിന് പിന്നെയും ദേഷ്യം വരുന്നു. ആകെ ദേഷ്യം വന്ന് നിൽക്കുന്ന മഹേഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.